നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. BJP ഒറ്റയ്ക്ക് 370 സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യം 400-ലധികം സീറ്റുകളും നേടി മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നം കർഷക സമരത്തിൽ തട്ടി തകരുമോ എന്ന ആശങ്കകൾ BJP നേതൃത്വത്തെ ഉറക്കെ ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ പ്രക്ഷോഭത്തിന് സമാനമായി വലിയ വെല്ലുവിളികൾ ഉയർത്തി ഒരിക്കൽ കൂടി രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്ന കർഷക സമരം ഇതിനോടകം വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്ടറുകളും മറ്റുമായി വരുന്ന കർഷകർ അതിർത്തി കടന്ന് എത്താതിരിക്കാൻ വലിയ കിടങ്ങുകളാണ് ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കണമെങ്കിൽ ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ കഴിയൂ എന്ന കൃഷിമന്ത്രിയുടെ അഭിപ്രായം കർഷകർ ചെവിക്കൊണ്ട മട്ടേയില്ല. വർദ്ധിത വീര്യവുമായി ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ട്രാക്ടറുകളിലും മറ്റുമായി ഡൽഹിയിലേക്ക് അവർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. സർവ്വശ്രമങ്ങളും സമാഹരിച്ച് സമരക്കാരെ തടഞ്ഞുകൊണ്ട് പോലീസും രംഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് BJPയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കർഷക സമരം ഒരു വിലങ്ങ് തടിയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് BJP കേന്ദ്രങ്ങൾ. എല്ലാ വിളകൾക്കും താങ്ങുവില, കർഷക വായ്പകൾ മൊത്തമായി എഴുതിത്തള്ളുക, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക, പെൻഷൻ അനുവദിക്കൽ, കഴിഞ്ഞ കർഷക പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ സ്വഭാവം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യവും കാര്യങ്ങളുടെ പോക്ക്. പഞ്ചാബിൽ നിന്ന് തുടങ്ങി ക്രമേണ ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും മറ്റും പടരുന്ന കാഴ്ചയായിരുന്നു അന്ന്. സമരത്തിൻ്റെ കടിഞ്ഞാൺ പതിവ് പോലെ ഇത്തവണയും പഞ്ചാബിലാണ്. BJPക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനാകാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. 2019 ശിരോമണി അകാലിദളുമായി സഖ്യം ഉണ്ടായിരുന്നപ്പോൾ പോലും 2 സീറ്റുകളിൽ മാത്രമാണ് അവിടെ BJPക്ക് വിജയിക്കാനായത്. കൃഷിക്കാരിൽ ഏറെ സ്വാധീനമുള്ള RLD BJPയുടെ സഖ്യകക്ഷിയായതിനാൽ കർഷക സമരം UPയിൽ വലിയ തോതിൽ ബാധിക്കാനിടയില്ല എന്നും BJP കരുതുന്നുണ്ട്. സമരം കൂടുതൽ ശക്തിയാകാതിരിക്കാനുള്ള മാർഗങ്ങൾക്കായുള്ള തിരക്കിട്ട ആലോചനകളിലാണ് BJP നേതൃത്വം. സമരം കൂടുതൽ പിന്തുണ ആർജിക്കുന്നതിന് മുമ്പ് ഇതിനായുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല എങ്കിൽ ചിലയിടങ്ങളിലെങ്കിലും BJPക്ക് നഷ്ടം സഹിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ കഴിഞ്ഞ തവണ സമരത്തിനുണ്ടായിരുന്നവരിൽ ചിലരുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് താനും. ഗുർനാം സിംഗ് ചതുനിയുടെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. സമരം മറ്റാരോ ഹൈജാക്ക് ചെയ്തതായുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ സമരത്തിൻ്റെ ലക്ഷ്യത്തെ പോലും ചോദ്യം ചെയ്യുന്നു. മറ്റൊരു സംഘടനയായ ഭാരതീയ കിസാൻ യൂണിയനും സംയുക്ത കിസാൻ മോർച്ചയും സമരത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ്. എന്നാൽ പ്രതിഷേധം ഇരമ്പുന്നതോടെ ഇവരും കൂടി ചേരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇത് ഒഴിവാക്കാനാകും BJP ശ്രമം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിവേഗ തീരുമാനമാണ് വേണ്ടത്. മറിച്ചായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് BJP ആയിരിക്കും.